ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈസ്റ്ററിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ മാവൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ റെസിപ്പിയിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 1 കപ്പ് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് നമുക്ക് വറുത്തതോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ കോക്കനട്ട് ഉണ്ടെങ്കിൽ ആ ഒരു കോക്കനട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് 1.5 സ്പൂൺ അളവിൽ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പശുമ്പാലാണ്. പശുമ്പാലിന് വരെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും മതി. പശുമ്പാലിന് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു വിസ്കോ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മളൊരു കാരണവശാലും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അത് ഭയങ്കരമായിട്ടും നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. മിക്സിക്ക് കിടന്ന് കറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ എടുത്തതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് ഇതെല്ലാം ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടകളൊന്നുമില്ല നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലേശം പാലും കൂടെ നമുക്കിത് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ ആ മാവ് ഒന്ന് ലൂസാക്കി എടുക്കാനാണ്. അപ്പം നമ്മൾ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിലേക്ക് മൊത്തം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് മാവും ഒഴിച്ചിട്ടുണ്ടേ. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചതിന് ശേഷം നല്ല ഫൈനായിട്ട് നമ്മൾ സാധാരണ അപ്പത്തിന് മാവ് അരച്ച് എടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മാവ് നമ്മൾ സാധാരണ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിനി അതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിപ്പം ഇതിനകത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണല്ലോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പച്ചരി വെച്ച് ചെയ്യുന്ന പോലെ ഇത് പരിമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതെല്ലാം ഇപ്പം നമ്മളിപ്പം ഈസ്റ്ററിനിപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുമല്ലോ. അപ്പം ഒന്നുകിൽ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ നോർമലി തന്നെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലേദിവസം അരി ആട്ടാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂറിനകത്ത് നമുക്ക് ഇത് എന്തായാലും പുളിച്ച് കിട്ടും. പുളിച്ച് കിട്ടിയതിന് ശേഷം നമുക്കിത് അപ്പം ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ മാവൊക്കെ എടുത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് പുളിച്ചോന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു തവി കൊണ്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടത് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുന്നേ ഇത് മാവാട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പമൊക്കെ തയ്യാറാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനിയിപ്പം ഉപ്പും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊരു അപ്പത്തവയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പമൊക്കെ ചുട്ടെടുക്കാൻ എല്ലാവർക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതാണേ. നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലാണ് ഇപ്പോൾ അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പച്ചട്ടിയിലല്ല കേട്ടോ. അപ്പച്ചട്ടിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹോൾസൊക്കെ വീണിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പം നമ്മൾ മൊത്തത്തിലൊരു 30 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു 5-6 അപ്പം കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും ഇതേപോലെ അപ്പമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. 30 മിനിറ്റിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു അപ്പമാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.